Once again, welcome back to KC's Classes. KC's Classes in the മറ്റൊരു എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363-364-2025 ഈ ഒരു പോസ്റ്റിന്റെ എക്സാം ഈ മാസം 25-ാം തീയതി നടക്കാൻ പോവാണ്. സോ നമ്മുടെ മുമ്പിൽ ഇനി 6 ദിവസങ്ങളാണ് ബാക്കിയുള്ള. സോ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഡെയിലി MCQs, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ടിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ദെൻ ഈ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ തന്നെ MCQസിന്റെ ഡിസ്കഷനുമാണ്. സോ നമ്മളിപ്പോൾ നമ്മുടെ ആപ്പിലൂടെ 3 ബാച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് മാത്രമായിട്ടുള്ള ബാച്ച്, ഡെയിലി മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതൊക്കെ ഉണ്ടായിരിക്കും. സോ ഏകദേശം 10 മുതൽ 15 വരെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലൂടെ അവൈലബിൾ ആണ്. ആദ്യത്തെ ബാച്ച് അതാണ്. രണ്ടാമത് MCQs, അതിൻ്റെ PDF, അതിൻ്റെ ഡിസ്കഷൻ 10 മൊഡ്യൂളിൻ്റെയും പ്ലസ് മോക്ക് ടെസ്റ്റ് രണ്ടാമത്തെ ബാച്ച്. മൂന്നാമത് ക്രാഷ് ബാച്ച്. സോ നിങ്ങൾക്ക് ഇതിൽ ഏത് ബാച്ചിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. സോ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് മോക്ക് ടെസ്റ്റ്. 90 മിനിറ്റിൻ്റെ എക്സാം, 100 മാർക്കാണ്. സോ 100 ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഓരോ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റിൻ്റെ ലെവല് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ഇന്ന് ഏറ്റവും സിംപ്ലസ്റ്റ് ലെവല്, ഏറ്റവും ഈസിയസ്റ്റ് ലെവല് ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കോമേഴ്സ് ബേസിൽ വരാൻ പോകുന്ന സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ ബാച്ച് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സ് മാനേജ്മെന്റ്, ഇതൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ മോക്ക് ടെസ്റ്റ് നമ്പർ 1, 100 ചോദ്യങ്ങൾ, 90 മിനിറ്റ്. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബേസിക് ലെവൽ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലൂടെ പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. ഞാൻ ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും KC's ക്ലാസ്സസ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇപ്പോൾ നമുക്കറിയാം 10 മൊഡ്യൂളിൽ നിന്നും ഈക്വൽ ക്വസ്റ്റ്യൻസ് ആണ്, 10 ചോദ്യങ്ങൾ ഇതാണ് വരുന്നത്. അപ്പോൾ ആദ്യം അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. Number 1, which accounting concept states that a business is separate entity from its owners? Easy question ആണ്. Going concern, business entity, money measurement, dual aspect. Business is different from its businessman എന്ന് പറയുന്നത് entity concept ആണ്, എല്ലാവർക്കും അറിയാം അല്ലേ. ഓപ്ഷൻ B ആണ് വരുന്നത്. ഞാൻ എൻ്റെ ആൻസർ കൂടി ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. Business entity concept ensures that personal transactions of the owner are not mixed with business transactions. നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു 10 മുതൽ 15 വരെ എല്ലാ ലെവലിലുള്ള ഈ പറയുന്ന മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും വിത്ത് ആൻസർ. Moving to number 2, in a partnership, realization account is prepared at the time of number 1 admission, number 2 retirement, number 3 dissolution, number 4 death. റിയലൈസേഷൻ അക്കൗണ്ട് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുക നമുക്കറിയാം, ഡിസൊല്യൂഷൻ്റെ സമയത്താണ്. കാരണം ആ സമയത്ത് കമ്പനി ഇല്ലാണ്ടായി, ഇനി നമ്മുടെ അസറ്റ്സ് അല്ലേ, ലൈബിലിറ്റീസ്, ഇതൊക്കെ നമ്മൾ ഇനി എന്ത് ചെയ്യണം, വിൽക്കാനുള്ളതൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കി കൊടുക്കാനുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കണം. അപ്പോൾ ആ സമയത്താണ് നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് വേണ്ടേ. അപ്പോൾ ഓപ്ഷൻ C ആണ് വേണ്ടത്. ബാക്കിയുള്ള സമയത്ത് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ എ റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് ഓപ്പൺ ടു ഡിറ്റർമൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ദ സെയിൽ ഓഫ് അസറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ലൈബിലിറ്റീസ് ഡ്യൂറിങ് ഡിസൊല്യൂഷൻ. ആ സമയത്തല്ലേ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇനി വിറ്റ് കാശ് കളക്ട് ചെയ്യുക, കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുക്കുക. ഓക്കെ, നമ്പർ 3, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എ സോൾ ട്രേഡർ? താഴെ പറയുന്നതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രയൽ ബാലൻസ്, ക്യാഷ് ബുക്ക്, ബാലൻസ് ഷീറ്റ്, ജേണൽ. ഈസി ട്രേഡിംഗ് P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ളത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഏതാ? ബാലൻസ് ഷീറ്റ് ആണ്. ഓക്കെ, സോ കുറച്ചും കൂടി ഞാൻ ഫോക്കസ് വയ്ക്കും. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ സോൾ ട്രേഡർ ടിപ്പിക്കലി ഇൻക്ലൂഡ് ട്രേഡിംഗ് P&L, ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ആണ് ആൻസർ വരാം കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4. When a new partner is admitted, the old partner's sacrifice is calculated to distribute future profits, goodwill, then realization loss, general reserve.
ഇപ്പോൾ നമുക്കറിയാം പുതിയൊരു പാർട്ട്ണർ വരുന്ന സമയത്ത് ഓൾ പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. എന്താണ്? നിസ്സംശയം പറയാം ഗുഡ് വില്ലാണ് അല്ലേ? അപ്പോൾ ഗുഡ് വില്ലാണ് നമ്മൾ അവിടെ സാക്രിഫൈസ് അല്ല കൊടുക്കുന്നത്. ഗുഡ് വിൽ ബ്രോട്ട് ഇൻ ബൈ എ ന്യൂ പാർട്ട്ണർ കൊണ്ടുവരുന്നു, ഷെയർഡ് ബൈ ഓൾ പാർട്ട്നേഴ്സ് ഇൻ ദെയർ സാക്രിഫൈസിങ് റേഷ്യോ. കാരണം പുതിയൊരാൾ വരുന്നത് കൊണ്ട് തന്നെ അവർക്കാണല്ലോ ഇനി ഈ പറയുന്ന ഓൾറെഡി ഉള്ള പ്രോഫിറ്റിൽ നിന്നുള്ള സെപ്പറേഷൻ പോകുന്നത്. അപ്പോൾ പുതിയ ആൾ കൊണ്ടുവരുന്ന ഗുഡ് വില്ലിനെ സാക്രിഫൈസിങ് റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. മൂവിങ് ടു നമ്പർ 5. കൺസൈൻമെന്റ് അക്കൗണ്ട് ഈസ് വാട്ട് ടൈപ്പ് ഓഫ് അക്കൗണ്ട്? റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. ഈസി ആയിട്ട് പറയാം, കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്. മറന്നു പോരുത്, റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ്. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട് പ്രിപ്പയർ ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ദ കൺസൈൻമെന്റ്. നമ്മൾ കൺസൈൻമെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പ്രോഫിറ്റ് ആണോ ലോസോ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നോമിനലാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് വരാം. എല്ലാ എക്സ്പെൻസസ്, റവന്യൂ അല്ല ഇൻകം വരുന്നതാണ് നോമിനൽ അക്കൗണ്ട്. നമ്പർ 6. The dual aspect concept is the basis for single entry system, double entry, cash system, accrual. Easy അല്ലേ? Double entry system. Every transaction has two aspects, debit and credit. അതെന്താ? ഡബിൾ എൻട്രി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം. മൂവിങ് ടു നമ്പർ 7. In the case of insolvency of a partner, the deficiency is borne by solvent partners according to the ruling in Garner versus Murray, Salomon versus Salomon, Smith versus Jones, Partnership Act 1932. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനായിട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ളതാണ്. സോ ഓപ്ഷൻ എ ആണ് വരെ, ഗാർണർ വേഴ്സസ് മുറേ ആണ്. ഇൻ ദ കേസ് ഓഫ് ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ, ഡെഫിഷ്യൻസി ആരാണ്? ബോൺ ബൈ സോൾവെന്റ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. റൂൾ ഡിക്റ്റേറ്റ്സ് ഹൗ ദ ഡെഫിഷ്യൻസി ഓഫ് എൻ ഇൻസോൾവെന്റ് ഈസ് ഷെയർഡ് അമംഗ് സോൾവെന്റ് പാർട്ട്നേഴ്സ്. പറഞ്ഞിട്ടുള്ളത് ഗാർണർ വേഴ്സസ് മുറേ ആണ് കേട്ടോ, മറന്നു പോകരുത്. Moving to question number 8. Which of the following is not a part of computerized accounting? Computerized accounting ന്റെ പാർട്ട് അല്ലാത്തത്. നമ്പർ 1 ഡാറ്റ എൻട്രി, നമ്പർ 2 ലെഡ്ജർ പോസ്റ്റിംഗ് ഓട്ടോമാറ്റിക് ആയിട്ട്, ദെൻ മാനുവൽ ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ, ദെൻ ജനറേഷൻ ഓഫ് റിപ്പോർട്ട്. അപ്പോൾ ഇതിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ട് അല്ലാത്തതാണ്. ഇപ്പോൾ ഡാറ്റ എൻട്രി കമ്പ്യൂട്ടറൈസ്ഡാ, ലെഡ്ജർ പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡാ. മാനുവൽ ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ മാനുവൽ ആണ്, അപ്പോൾ അത് കമ്പ്യൂട്ടറൈസ്ഡ് അല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരാം. ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, വൺസ് ഡാറ്റ ഈസ് എൻറ്റർഡ് ദ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി പ്രിപ്പയർസ് ലെഡ്ജർ ട്രയൽ ബാലൻസ്. എല്ലാതും ഓട്ടോമാറ്റിക്കലി പ്രിപ്പയർ ചെയ്യണം. ജനറേഷൻ ഓഫ് റിപ്പോർട്ട്സ് ആണെങ്കിലും കമ്പ്യൂട്ടറൈസ്ഡ് ആണ് വരാം. So option C ആണ് ആൻസർ കേട്ടോ. മൂവിങ് ടു നമ്പർ 9. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ഈസി നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് ലോസ്, ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്, ഫിനാൻഷ്യൽ പൊസിഷൻ. ഏതാ? ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. So the trading account compares direct revenue with direct expenses to find gross results. Okay, option C ആണ് വരാം. Moving to question number 10. Accounting standards in India are primarily issued by MCA, SEBI, ICAI, RBI. Easy അല്ലേ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആരാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ICAI. മൂവിങ് ടു നമ്പർ 11. ഇനി FM-നെ റിലേറ്റ് ചെയ്തുള്ള 10 ചോദ്യങ്ങളാണ്. നമ്പർ 1. ദി വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഈസ് ഓൾസോ നോൺ ആസ് ഇൻവെസ്റ്റ്മെന്റ് സൈക്കിൾ, ഓപ്പറേറ്റിംഗ് സൈക്കിൾ, ഡിവിഡൻഡ് സൈക്കിൾ, ഫിനാൻഷ്യൽ സൈക്കിൾ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താ? ഓപ്പറേറ്റിംഗ് സൈക്കിൾ. അതിനല്ലേ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയാം. നമ്മുടെ കയ്യിൽ റോ മെറ്റീരിയൽ ഉണ്ട്. റോ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ എന്ത്? ആദ്യം ക്യാഷ് വേണം റോ മെറ്റീരിയൽ, ദെൻ അതിനെ സെമി, ദെൻ ഫിനിഷ്ഡ് ആക്കുന്നു, വിൽക്കുന്നു, ദെൻ കളക്ട് ചെയ്യുന്നു, വീണ്ടും ക്യാഷ് ആയിട്ട് വരുന്നു. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ഓപ്പറേറ്റിംഗ് ഡേ ടു ഡേ ആണ്. സോ ഓപ്പറേറ്റിംഗ് സൈക്കിൾ റെപ്രസെന്റ്സ് ദ ടൈം ടേക്കൺ ടു കൺവേർട്ട് ക്യാഷ് ബാക്ക് ഇൻ ടു ക്യാഷ് ത്രൂ ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് പ്രോസസ് അല്ലേ? ഇതിങ്ങനെ ഒരു സർക്കിളാണ്. സോ ഓപ്പറേറ്റിംഗ് സൈക്കിളിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് കൂടി പറയണം കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരെ. Moving to question number 12. Which theory suggests that dividend policy has no effect on the value of the firm? Waters, Gordon, MM, bird in hand theory. ആരാണ്? MM ആണ്. നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് തിയറിയുടെ. നമ്പർ 1 റെലവൻസും നമ്പർ 2 ഇറലവൻസും ആണ് ഡിവിഡൻഡിൽ. വാട്ടേഴ്സും ഗോർഡനും റെലവൻസിൻ്റെ ആൾക്കാരാണ്. MM ആണ് ഇറലവൻസ് തിയറി പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവിഡൻഡ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും
ഒരു ഇഫക്റ്റും ഉണ്ടാവില്ല. ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വാല്യൂ ഓഫ് ദി ഫേമിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഫണ്ടിന് വേണ്ടിയിട്ട് വീണ്ടും ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ നടത്തേണ്ടതായിട്ട് വരും. ഓട്ടോമാറ്റിക്കലി നേരത്തെ ഉണ്ടായിരുന്ന ആ ബെനഫിറ്റ് ഓഫ്സെറ്റ് ചെയ്തു പോകുന്നതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഡിവിഡൻഡ് കൊടുത്ത് വാല്യൂ ഓഫ് ദി ഫേമിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലും പിന്നെ അത് ഓഫ്സെറ്റ് ചെയ്തു പോകും. അപ്പോൾ ഇറലവൻസ് തിയറി പറഞ്ഞിട്ടുള്ളത് ആണ്. മൊജിലാനി മില്ലർ ഹൈപ്പോത്തസിസ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 13. സ്റ്റോക്ക് സ്പ്ലിറ്റ്. പലപ്പോഴും വരാറുള്ളൊരു ചോദ്യം. സ്റ്റോക്ക് സ്പ്ലിറ്റ് കൺസെപ്റ്റ് എന്താണ്? റെഫേഴ്സ് ടു ഇഷ്യൂയിങ് ന്യൂ ഷെയർസ് ടു എംപ്ലോയീസ്, ഡിവൈഡിങ് എക്സിസ്റ്റിംഗ് ഷെയർസ് ഇൻ ടു മൾട്ടിപ്പിൾ ഷെയർസ്, ബൈയിങ് ബാക്ക് ഷെയർസ് ഫ്രം ദ മാർക്കറ്റ്, കൺവേർട്ടിംഗ് ഡെറ്റ് ഇൻ ടു ഇക്വിറ്റി. ഈസി അല്ലേ? ബി ആണ്. ഡിവൈഡിങ് എക്സിസ്റ്റിംഗ് ഷെയർസ് ഇൻ ടു മൾട്ടിപ്പിൾ ഷെയർസ്. ഓൾറെഡി ഉള്ള ഷെയർസിനെ മൾട്ടിപ്പിൾ ആക്കുന്നു. ഇപ്പോൾ 100 ഷെയറാണ് ഉള്ളതെന്ന് ഇരിക്കുക. ഒരു ഷെയറിന് 10 രൂപ. നമ്മൾ എന്ത് ചെയ്യുന്നു? 100 ഷെയർസിനെ 200 ആക്കുന്നു. ഒരു ഷെയർ എൻ്റെ വില 5 രൂപയാക്കുന്നു. ഇതല്ലേ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടക്കുന്നത്? മൾട്ടിപ്പിൾ ആക്കാണ് ചെയ്യുന്നത്. ടോട്ടൽ പവർ വാല്യൂവിൽ വ്യത്യാസം വരുന്നില്ല. അവിടെ 10 അല്ല 5 ആക്കുന്നു. ഞാൻ 5 എന്ന് പറഞ്ഞിട്ട് 10 എന്ന് എഴുതി. സെയിം തന്നെ. 100 × 10 ടോട്ടൽ 1000 വരുന്നു. ഇവിടെ 200 × 5 1000. നോ ചേഞ്ച് പവർ വാല്യൂ. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് കേട്ടോ. മൂവിങ് ടു നമ്പർ 14. Receivables management primarily deals with inventory levels, credit policy and collections, cash balances, fixed asset turnover. Receivables management എന്ന് പറയുമ്പോൾ എന്താ? ക്രെഡിറ്റ് പോളിസി ആൻഡ് കളക്ഷൻ ആണ്. നിസ്സംശയം പറയാം. There required a balance between profitability and liquidity. അതിനു വേണ്ടിയിട്ടാണ് റിസീവബിൾസ് മാനേജ്മെന്റ്. നമ്മൾ അത്യാവശ്യം ക്രെഡിറ്റ് കൊടുക്കണം. വല്ലാണ്ട് കൂടിയാൽ അത് ബാധിക്കും നമ്മുടെ സ്ഥാപനത്തിന്. അപ്പോൾ ക്രെഡിറ്റ് കൊടുക്കുകയും ചെയ്യണം, പ്രോപ്പറായിട്ട് അത് നമ്മൾ കളക്ട് ചെയ്യണം, അതിന് മാനേജ് ചെയ്യണം. ഇപ്പോൾ ക്രെഡിറ്റ് പോളിസി ആൻഡ് കളക്ഷൻസ് ആണ് റിസീവബിൾസ് മാനേജ്മെന്റിനെ കൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്ത് വരുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് മാനേജിങ് ദ ട്രേഡ് ക്രെഡിറ്റ് എക്സ്റ്റെൻഡഡ് ടു customers and ensuring timely collection. So option B ആണ് answer. Moving to number 15. Cost of capital is often referred to as internal rate of return, cut-off rate or hurdle rate, dividend rate, retained earnings rate. ഈസി ആയിട്ട് പറഞ്ഞൂടെ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു സ്ഥാപനം റേസ് ചെയ്യുന്ന ക്യാപിറ്റലിന് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്ന കോസ്റ്റ്. ഇപ്പോൾ ഡെറ്റ് കളക്ഷൻ ആണ്. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, അതാണ് അതിൻ്റെ കോസ്റ്റ് ഓഫ് ഡെറ്റ്. അപ്പോൾ അത് എന്ത് റേറ്റാ? കട്ട് ഓഫ് റേറ്റ് അല്ലെങ്കിൽ ഹഡിൽ റേറ്റിനെയാണ് പറയുക കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് റിട്ടേൺ കിട്ടേണ്ടതാണ്. ഈ ഹഡിൽ റേറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന റേസ് ചെയ്ത ക്യാപിറ്റലിന് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. നമുക്ക് ഇത്രയെങ്കിലും ഈ ഹഡിൽ റേറ്റിന് എന്തുകൊണ്ട് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കടക്കാർക്ക് കൊടുക്കേണ്ട റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% ആണെങ്കിൽ അത്രയെങ്കിലും കിട്ടിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് ബിസിനസ്സിൽ നിന്ന് റിട്ടേൺ കിട്ടുമെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് കണ്ടീഷൻ അല്ലേ? So it is a minimum rate of return a firm must earn on its investment to maintain its market value. സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് മിനിമം ഇത്രയെങ്കിലും റേറ്റ് ഓഫ് റിട്ടേൺ വേണം, കാരണം കടക്കാർക്ക് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 15. കടക്കാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ റേസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫിനാൻസിങ് ഡിസിഷൻ? പർച്ചേസിങ് എ ന്യൂ മെഷീൻ, ഡിറ്റർമൈനിങ് ദ ഡെറ്റ് ഇക്വിറ്റി മിക്സ്, മാനേജിങ് ഇൻവെന്ററി, ഡിക്ലയറിംഗ് ഡിവിഡൻഡ്സ്. ഈസി ആയിട്ട് പറഞ്ഞൂടെ? ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത് ഡെറ്റ് ഇക്വിറ്റി മിക്സ്, എത്രത്തോളം ക്യാപിറ്റൽ സ്ട്രക്ചറാണ്, എത്രത്തോളം നമ്മൾ ഡെറ്റ് യൂസ് ചെയ്യണം, എത്രത്തോളം ഇക്വിറ്റി യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ തീരുമാനമാണ് ഫിനാൻസിങ് ഡിസിഷൻ. സോ ഫിനാൻസിങ് ഡിസിഷൻ ഇൻവോൾവ്സ് ചൂസിങ് ദ സോഴ്സ് ആൻഡ് പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട്സ്. ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം. മൂവിങ് ടു നമ്പർ 17. JIT is a technique used in dividend management, cash management, inventory management, receivables management. Easy inventory management അല്ലേ? JITയുടെ കൺസെപ്റ്റ് എന്താണ്? സീറോ ക്യാരിയിങ് കോസ്റ്റിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പ്രൊഡക്ഷന് നമുക്ക് ഓർഡർ കിട്ടുമ്പോൾ മാത്രം നമ്മൾ ഓർഡർ എടുക്കുക, ദെൻ പ്രൊഡക്ഷൻ അവസാനിപ്പിക്കുക, വിൽക്കുക. ദാറ്റ് ഈസ് അല്ലേ? അതിനെല്ലാവരുടെയും സപ്പോർട്ട് വേണം, സപ്ലൈസിൻ്റെയും അല്ലേ? അതാണ് ജസ്റ്റ് ഇൻ ടൈം. റിലേറ്റഡ് വിത്ത് ഇൻവെൻട്രി ആണ്. So just in time aims to minimize inventory holding cost by receiving goods only as they are needed. വേണ്ട സമയത്ത് മാത്രം എടുക്കുക, പരിപാടി കഴിഞ്ഞ് കൊടുക്കുക. Moving to question number 18. Bonus shares are a form of cash dividend, stock dividend, scrip dividend, property dividend. Easy. Bonus shares എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റീസ് ആയിട്ടാണ്, സ്റ്റോക്ക് ഡിവിഡൻഡ് ആണ് അല്ലേ?
എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് ഷെയർസ് കൊടുക്കുമ്പോൾ അതിനെയാണ് ബോണസ് ഷെയർസ് എന്ന് പറയാം. സോ ബോണസ് ഷെയർസ് ആർ അഡീഷണൽ ഷെയർസ് ഗിവൺ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ്. ക്യാഷിന് പകരമായിട്ട് കൊടുക്കുന്നതാണ്. സോ സ്റ്റോക്ക് ഡിവിഡൻഡ് ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 19. Capital structure represents the relationship between assets and liabilities, debt and equity, current assets and current liabilities, sales and profit. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞു, ഡെറ്റ് ഇക്വിറ്റി ആണ് അല്ലേ. ഡെറ്റും ഇക്വിറ്റിയും തമ്മിലുള്ള മിക്സ്ചർ ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ മിക്സ് ഓഫ് ലോങ് ടൈം സോഴ്സസ് ഓഫ് ഫണ്ട്സ് ലൈക്ക് ഡിബഞ്ചേഴ്സ്, ലോൺസ് ആൻഡ് ഇക്വിറ്റി അല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 20. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് കാൽക്കുലേറ്റഡ് ആസ് നമ്പർ 1 total assets, liabilities, current assets, current liabilities, fixed assets, current assets, sales, cost of goods sold. Easy അല്ലേ. ഓപ്ഷൻ ബി ആണ് വരെ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി. എല്ലാവർക്കും അറിയുന്നതാണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലൈബിലിറ്റീസ്. ഓക്കെ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 21. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. ബ്രേക്ക് ഈവൻ അനാലിസിസ് ഇസ് എ പാർട്ട് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ്. ഈസി. ബി പി എന്ന് പറയുമ്പോൾ എന്താ, മാർജിനൽ കോസ്റ്റിംഗ് ആണ്. സി പി അനാലിസിസ് ഫണ്ടമെന്റൽ ടൂൾ യൂസ്ഡ് ഇൻ മാർജിനൽ കോസ്റ്റിംഗ് ആണ് സി പി അനാലിസിസ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 22. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ ഓവർഹെഡ്? ഓവർഹെഡിന് എക്സാമ്പിൾ ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, റെന്റ് ഓഫ് ഫാക്ടറി, ഡയറക്ട് എക്സ്പെൻസ്. ഓവർഹെഡ് എന്ന് പറയുമ്പോൾ എന്താ, ഇൻഡിറക്ട് എക്സ്പെൻസസ് തന്നെയാണ് നമ്മൾ പറയാ അല്ല ഓവർഹെഡ് എന്ന്. ഇപ്പോൾ ഡിറക്റ്റ് അല്ലാത്തതിൽ ഏത് മാത്രമാണ്, റെന്റ് ഓഫ് ഫാക്ടറി ആണ്. ബാക്കിയൊക്കെ ഡിറക്റ്റ് ആണ്. സോ ഓവർഹെഡ്സ് ആർ ഇൻഡിറക്ട് കോസ്റ്റ് ദാറ്റ് കനോട്ട് ബി ഡയറക്ട്ലി ട്രേസ്ഡ് ടു എ സ്പെസിഫിക് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. സോ റെന്റ് ആണ് വരുന്നത്. ഇപ്പോൾ നമ്മളൊരു സ്ഥാപനം റെന്റിന് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ 10,000 രൂപ മാസം റെന്റ് കൊടുക്കണം. അത് ഫാക്ടറിയിൽ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് എന്നുള്ള ഒരു സെപ്പറേറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ലല്ലോ. കനോട്ട് ഡയറക്ട്ലി ട്രേസ്ഡ്. സോ അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്, ഓവർഹെഡ്സ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 23. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഹെൽപ്സ് ഇൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് കീപ്പിംഗ്, വാരിയൻസ് അനാലിസിസ്, ടാക്സ് പ്ലാനിങ്, ഡിവിഡൻഡ് ഡിക്ലറേഷൻ. ഈസി അല്ലേ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ വാരിയൻസ് അനാലിസിസ് ആണ്, കമ്പയറിംഗ് ആക്ച്വൽ വിത്ത് സ്റ്റാൻഡേർഡ്. എന്നിട്ട് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഡിസിഷൻസ് എടുക്കുക. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇൻവോൾവ്സ് കമ്പയറിംഗ് ആക്ച്വൽ വിത്ത് പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്സ് ടു ഫൈൻഡ് വാരിയൻസസ്. വാരിയൻസ് അനാലിസിസ് ആണ് കേട്ടോ. Number 24. ABC analysis is a technique used for the control of labor, material inventory, overheads, capital. Easy. ABC എന്ന് പറയുമ്പോൾ എന്താ, നമുക്കറിയാം 3 ഒരു സ്ഥാപനത്തിൽ നമ്മൾ കൊടുക്കുന്ന ഐറ്റംസിനെ കാറ്റഗറൈസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്പർ 1 ഏറ്റവും ഹൈ വാല്യൂ ഐറ്റംസ്, അതാണ് എ. ദെൻ ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് മീഡിയം റേഞ്ച്, മൂന്നാമത് ലോ റേഞ്ച്. സോ ഇൻവെൻട്രി ആണ്. സോ ABC categorizes inventory based on value and importance. So option B ആണ് ആൻസർ വരാം. Moving to question number 25. At the break-even point, profit is maximum. Number 2, total revenue equals total cost. Number 3, fixed cost is 0. Number 4, variable cost is 0. So BP എന്ന് പറയുമ്പോൾ എന്താ, ഈസി അല്ലേ. ടോട്ടൽ റവന്യൂ ഈക്വൽസ് ടോട്ടൽ കോസ്റ്റ്, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ബി പി. സോ ബി പി ഇസ് ദ പോയിന്റ് ഓഫ് നോ പ്രോഫിറ്റ് നോ ലോസ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 26. ഐഡിൽ ടൈം അറൈസസ് ഓൺലി ഇൻ ദ കേസ് ഓഫ് നമ്പർ 1 ഇൻഡിറക്ട് മെറ്റീരിയൽ, നമ്പർ 2 ഡയറക്ട് ലേബർ, നമ്പർ 3 ഫിക്സ്ഡ് ഓവർഹെഡ്സ്, നമ്പർ 4 ഓഫീസ് എക്സ്പെൻസസ്. എന്താണ് ഐഡിൽ ടൈം എപ്പോഴാണ് വരാന്നുള്ളതാണ് ചോദ്യം. ഡയറക്ട് ലേബർ വരുമ്പോഴല്ലേ ഐഡിൽ ടൈം വരാം. ഓപ്ഷൻ ബി അല്ലേ. നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത് അല്ലേ പ്രോപ്പറായിട്ടുള്ള ചിലപ്പോൾ മെറ്റീരിയൽ കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പല ബ്രേക്ക് ഡൗൺ കൊണ്ടോ മെഷീനറിയുടെ ഒക്കെ ആയിരിക്കും ഐഡിൽ ടൈം ഉണ്ടാവുക. സോ ഡയറക്ട് ലേബറിൻ്റെ സമയത്ത് മാത്രമാണ് എന്തുണ്ടാവുന്നത്, ഐഡിൽ ടൈം വരുന്നത്. സോ ഐഡിൽ ടൈം ഈസ് ദ ടൈം ഫോർ വിച്ച് എംപ്ലോയർ പേയ്സ് ബട്ട് വർക്കർ ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനിത്തിങ്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ മെഷീനറിക്ക് സംഭവിക്കുന്നു, ഓട്ടോമാറ്റിക്കലി അവിടെ ഐഡിൽ ടൈം വരും. ഡയറക്ട് ലേബർ നമുക്കറിയാം, പക്ഷേ ഞാൻ എൻ്റെ മറ്റുള്ളതിൻ്റെയും കൂടിയും കാര്യങ്ങൾ പറയണമെന്ന് മാത്രം കേട്ടോ. നമ്പർ 27. മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ്. ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, ഡയറക്ട് എക്സ്പെൻസസ് പ്ലസ് വാരിയബിൾ ഓവർഹെഡ്സ്. ടോട്ടൽ കോസ്റ്റ് മൈനസ് പ്രൈം കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഈസി. എന്താണ് വരാ, മാർജിനൽ കോസ്റ്റിൻ്റെ ഇക്വേഷനാണ്
direct material, direct labor, direct expenses plus variable overheads. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? Marginal cost. Option B ആണ് ആൻസർ വരാം. Marginal cost is a variable cost of 1 unit of product. Moving to question number 28. Cost reduction is, എന്താണ് കോസ്റ്റ് റിഡക്ഷൻ? നമുക്ക് കോസ്റ്റ് കൺട്രോളും ഉണ്ട്, കോസ്റ്റ് റിഡക്ഷനും ഉണ്ട്. So a temporary saving in cost, a permanent reduction in unit cost of goods manufactured, correcting a variance only possible through cheaper material. ആൻസർ എന്താ? ഈസി അല്ലേ? നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാന്ന് പറഞ്ഞു, കോസ്റ്റ് റിഡക്ഷനും കോസ്റ്റ് കൺട്രോളും. കോസ്റ്റ് കൺട്രോൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെപ്പോഴും കൺട്രോൾ ചെയ്ത് നേരെ മറിച്ച് കോസ്റ്റ് റിഡക്ഷൻ എന്ന് ഇവിടെ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? പെർമനൻ്റ് ആണ്. നമ്മളൊരു പ്രാവശ്യം അല്ലേ, ഒരു പ്രാവശ്യം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കോസ്റ്റ് ഉണ്ടാവില്ല. പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താണ്. സോ പെർമനൻ്റ് റിഡക്ഷൻ ഇൻ ദ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ്. ഓപ്ഷൻ ബി ആണ്. നേരെ മറിച്ച് കൺട്രോൾ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആണ്. സോ അൺലൈക്ക് കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ ഫോക്കസസ് ഓൺ പെർമനന്റ് സേവിങ്സ് വിതൗട്ട് കോംപ്രമൈസിങ് ക്വാളിറ്റി. ഓക്കെ, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. Number 29. Which document is used for demanding materials from the store? Purchase order, material requisition note, bill of lading, invoice. നമുക്ക് കാണുമ്പോൾ അറിയാം, മെറ്റീരിയൽ ഫ്രം ദ സ്റ്റോർ എന്ന് പറയുമ്പോൾ എന്താ? മെറ്റീരിയൽ റിക്വസിഷൻ നോട്ടാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം. The production department uses a material requisition note to withdraw items from the store. MRN. മറന്നു പോകരുത്. Number 30. Marginal costing is also known as absorption, variable, historical, replacement cost. എന്താണ് കോസ്റ്റിംഗ്? വാരിയബിൾ കോസ്റ്റിംഗ് തന്നെയാണ് പറയുക അല്ലേ? വാരിയബിൾ കോസ്റ്റ് ആണ് മാർജിനൽ കോസ്റ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇറ്റ് ട്രീറ്റ്സ് ഓൺലി വാരിയബിൾ കോസ്റ്റ് ആസ് പ്രൊഡക്റ്റ് കോസ്റ്റ്. നമ്പർ 31. ഈ മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളോട്ടാണ് പോകുന്നത്. ഹു ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്? ഫയോൾ, ടൈലർ, ഡ്രക്കർ, വെബർ. ഈസി. ഓപ്ഷൻ ബി FW ടൈലർ ആണ് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് അല്ലേ? So number 32. Question number 32. The process of grouping activities into departments is called planning, organizing, staffing, controlling. Easy. Organizing അല്ലേ? ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ? അതിനെയാണ് നമ്മൾ പറയാ ഓർഗനൈസിങ്. ഐഡന്റിഫൈങ് ആൻഡ് ഗ്രൂപ്പിംഗ് വർക്ക് ആൻഡ് ഡിഫൈനിങ് റിലേഷൻഷിപ്സ്. ഓക്കെ, നിസ്സംശയം പറയാം. Number 33. Herzberg's two-factor theory relates to leadership, planning, motivation, control. Two-factor theory എന്ന് പറയുമ്പോൾ തന്നെ അറിയാം മോട്ടിവേഷൻ ആണ് അവിടെ വരുന്നത് ടു ഫാക്ടറിൽ അല്ലേ? സോ ഹെർസ്ബർഗ് ഐഡന്റിഫൈഡ് ഹൈജീൻ ഫാക്ടേഴ്സും ഉണ്ട്, മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സും ഉണ്ട് ഒരു ജോബിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സറൗണ്ടിങ്സ് റിലേറ്റഡ് വിത്ത് ജോബാണ്. അതുണ്ടെങ്കിൽ ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ ഒരു തോന്നൽ വരല്ലോ, അതുണ്ടായിരിക്കണം ഹൈജീൻ. ദെൻ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ശരിക്കുള്ള ആക്ച്വൽ മോട്ടിവേഷൻ അവിടെ കിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ടു ഫാക്ടർ തിയറി. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരാം. നമ്പർ 34. TQM stands for, the easy question, total quality management, total quantity, quality, technical quality, total quality maintenance. Easy. Total quality management ആണ് TQM എന്ന് പറയാം. Number 35. Span of control refers to the duration of a manager's shift, the number of subordinates a superior can effectively manage, the area of the factory, the range of products produced. Span of control എന്ന് പറയുമ്പോൾ എന്താ? ഈസി ആയിട്ട് അറിയാം. നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് എ സുപ്പീരിയർ ക്യാൻ ഇഫക്റ്റീവ്ലി മാനേജ്. ഒരു സുപ്പീരിയർക്ക് എത്രത്തോളം സബോർഡിനേറ്റ്സിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സ്പാൻ ഓഫ് കൺട്രോൾ. ഓപ്ഷൻ ബി ആണ്. ഡിറ്റർമൈൻസ് എ നമ്പർ ഓഫ് ലെവൽസ് ആൻഡ് മാനേജേഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. That's about question number 35. Moving to 36. Which function of management involves comparing actual performance with standards? Directing, staffing, controlling, planning. Easy അല്ലേ? കൺട്രോളിങ്ങിലാണ് ആക്ച്വലി സ്റ്റാൻഡേർഡ് കമ്പയർ ചെയ്ത് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ നോക്കി കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. സോ കൺട്രോളിങ് ensures that activities are performed as per the plans. Moving to number 37. Unity of command means one head, one plan. A subordinate should receive orders from only one superior. All employees should work together. Management should be centralized. Easy question ആണ്. Unity of command എന്ന് പറയുമ്പോൾ എന്താ? A subordinate should receive orders
ഫ്രം ഓൺലി വൺ സുപ്പീരിയർ. ഒരൊറ്റ ആളുടെ കയ്യിൽ നിന്നുള്ള ഓർഡർ മാത്രം സ്വീകരിക്കുക. ഒന്നിലധികം ആൾക്കാർ പറയണ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കില്ല. അതല്ലേ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. സോ പ്രിൻസിപ്പൾ അവോയ്ഡ്സ് കൺഫ്യൂഷൻ ആൻഡ് ഡ്യുവൽ സബോർഡിനേഷൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 38. Recruitment and selection are parts of which management function? Planning, organizing, staffing, directing. Easy again, staffing ആണ് അല്ലേ. റിക്രൂട്ട്മെൻറ്റ് സെലക്ഷനും നമ്മൾ എന്താണ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ ജോബിലോട്ട് അട്രാക്ട് ചെയ്യുന്ന പരിപാടിയാണ് റിക്രൂട്ട്മെൻറ്റ്. ദെൻ എലിമിനേഷൻ ആണ് സിലക്ഷൻ. സോ സ്റ്റാഫിംഗ് ഇൻവോൾവ്സ് മാനിങ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓപ്ഷൻ സി ആണ് ആൻസർ വരാം. Moving to question number 39. Theory X and Y were developed by Maslow, McGregor, Mayo, Room. So option B ആണ് McGregor ആണ്. നിസ്സംശയം പറയാം McGregorന്റെ ആണ് XY theory. These theory describe two contrasting models of workforce motivation. Number 41. Planning is a dash process. You see, ബാക്ക്വേർഡ്, ഫ്യൂച്ചർ, വൺ ടൈം, റാൻഡം. എന്താണ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ് പ്ലാനിങ്, നിസ്സംശയം പറയാം. സോ നമ്പർ 41 ഇനി മാനേജറിയൽ എക്കണോമിക്സിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷേഴ്സ് ദ ചേഞ്ച് ഇൻ സപ്ലൈ, ദ റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ടു എ ചേഞ്ച് ഇൻ പ്രൈസ്, ദ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, ദ സ്റ്റെബിലിറ്റി ഓഫ് ദ മാർക്കറ്റ്. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ എന്താ? The responsiveness of quantity demanded to a change in price. It quantifies how much demand shifts when factors like price or income change. Number 42. Which of the following is a phase of the business cycle? Expansion, inflation, segmentation, production. The phase of business cycle എന്ന് പറയുമ്പോൾ ഇതിലേതാ? എക്സ്പാൻഷൻ ആണ്. എക്സ്പാൻഷൻ, പീക്ക്, റെസഷൻ, ട്രോഫ്, ഇത്രയല്ലേ വരുന്നത്. അപ്പോൾ അതിൽ വരുന്നത് എന്താണ്? എക്സ്പാൻഷൻ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. Number 43. Demand forecasting is the process of calculating past sales, estimating future demand for a product, setting current prices, reducing cost. എന്താണ്? ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യലാണ്, എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് അല്ലേ. ഇറ്റ് ഹെൽപ്സ് ബിസിനസ് പ്ലാൻ പ്രൊഡക്ഷൻ ആൻഡ് ഇൻവെൻട്രി ഫോർ ദ ഫ്യൂച്ചർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. മൂവിങ് ടു നമ്പർ 44. Law of diminishing marginal return is related to ഡിമാൻഡ് തിയറി, തിയറി ഓഫ് പ്രൊഡക്ഷൻ, പ്രൈസിംഗ് പോളിസി, ബിസിനസ് സൈക്കിൾ. ഈസി ക്വസ്റ്റൻ ആണ്. ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം തിയറി ഓഫ് പ്രൊഡക്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. മാർജിനൽ റിട്ടേൺ നമ്മൾ ഏതെങ്കിലും ഒരു വാരിയബിളിനെ ചേഞ്ച് ചെയ്ത് ബാക്കി ഫിക്സഡ് ആയിട്ട് വെച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാം കുറച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്ത് വരുന്നു. ഇതല്ല തിയറി ഓഫ് പ്രൊഡക്ഷനിൽ ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേണിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ വാരിയബിളായിട്ട് ലേബറിനെ വയ്ക്കുന്നു, ഫിക്സഡ് ആയിട്ട് മെഷീനറി വയ്ക്കുന്നു. നമ്മൾ ഈ പറയുന്ന ലേബറിന് നമ്പർ ഓഫ് ലേബേഴ്സ് ആദ്യം ഒരാൾ നടന്നു, രണ്ടാൾ നടന്നു, കൂടി കൂടി വരുന്നു. ബട്ട് ഒരു ലെവൽ കഴിയുമ്പോൾ നമുക്ക് മെഷീനിന് വേണ്ട ലേബേഴ്സ് മതി. കൂടുതൽ ലേബേഴ്സ് വരാണെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഓപ്പോസിറ്റ് റിസൾട്ടായിരിക്കും. So it states that as more of variable input is added to a fixed inputs, the marginal output eventually declines. Okay, വല്ലാണ്ട് എക്സ്പ്ലനേഷനിലോട്ട് പോകുന്നില്ല. Number 45. If the price elasticity of demand is greater than 1, the demand is inelastic, unitary elastic, elastic, perfectly inelastic. Elastic അല്ലേ? നമുക്ക് ഈ കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം എപ്പോഴും വരാറുണ്ട്. ഇഫ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1, ഇലാസ്റ്റിക്. Demand is elastic when the percentage change in quantity is greater than the percentage change in price. Moving to 46. Skimming pricing involves setting a very low price to enter the market, setting a high initial price for a new product, charging the same price as competitors, pricing based on cost only. Easy അല്ലേ? എന്താണ് സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ ഹൈ ഇനീഷ്യൽ പ്രൈസ് പ്രോഡക്റ്റിന് വയ്ക്കുക. പെനട്രേഷൻ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ലോ ആദ്യം പിന്നെ കയറി വരുന്നു. ഈ ടാർഗറ്റ് ഏർലി അഡോപ്റ്റേഴ്സ് ഹു ആർ വില്ലിംഗ് ടു പേ മോർ അല്ലേ, സ്കിമ്മിങ്. നമ്പർ 47. Income elasticity is positive for inferior goods, given goods, normal goods, none of the above. ഇൻകം ഇലാസ്റ്റിസിറ്റി ഏതിനാ? നോർമൽ ഗുഡ്സിനാണ്. കാരണം എന്താ? ഡിമാൻഡ് ഇൻക്രീസസ് ആസ് കൺസ്യൂമേഴ്സ് ഇൻകം ഇൻക്രീസസ്. നോർമൽ ഗുഡ്സിൻ്റെ കേസ് അങ്ങനെയാണ്.
ഡിമാൻഡ് എങ്ങനെ കൂടും? ഇൻകം കൂടുമ്പോൾ ഡിമാൻഡും കൂടും. സോ ഇൻകം ഇലാസ്റ്റിസിറ്റി ഈസ് പോസിറ്റീവ് ഫോർ എന്താ നോർമൽ ഗുഡ്സിലാണ്. നമ്പർ 48, advertisement elasticity measures the effect of dash on demand. പ്രൈസ്, ക്വാളിറ്റി, പ്രൊമോഷണൽ സ്പെൻഡിങ്, സപ്ലൈ. അഡ്വർടൈസ്മെന്റ് നിന്നെ കാണുമ്പോൾ തന്നെ അറിയാം പ്രൊമോഷണൽ സ്പെൻഡിങ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. It shows how demand reacts to changes in advertising expenditure. Number 49, the penetration pricing strategy is used to maximize short-term profit, capture a large market share quickly, maintain a luxury image, then exit the market. പെനട്രേഷൻ പ്രൈസിങ്ങിൻ്റെ കാര്യം പറഞ്ഞു നമ്മൾ നേരത്തെ. സ്റ്റാർട്ടിങ്ങിൽ ചെറിയ പ്രൈസ്, പിന്നെ കയറി വരുന്ന പരിപാടിയാണ്. അപ്പോൾ എന്താ? ക്യാപ്ചർ എ ലാർജ് മാർക്കറ്റ് ഷെയർ ക്വിക്ക്ലി. ആദ്യം കുറച്ച് ചെറിയ എമൗണ്ടിന് വിൽക്കുന്നു, അങ്ങനെ മാർക്കറ്റ് ഷെയർ കൂടുതൽ എടുക്കുന്നു, പിന്നെ പതുക്കെ പ്രൈസ് കൂട്ടുന്ന പരിപാടി. ഇറ്റ് ഇൻവോൾവ് സെറ്റിംഗ് എ ലോ ഇനീഷ്യൽ പ്രൈസ് ടു അട്രാക്ട് കസ്റ്റമേഴ്സ്. Number 50, demand is defined as the desire for a commodity backed by supply, ability and willingness to pay, need, advertisement. Demand and the ability and willingness to pay ഉണ്ടായിരിക്കണം. ഡിസയർ മാത്രം മതിയോ? പോരാ. എബിലിറ്റി വേണം, പേ ചെയ്യാനുള്ള അത് താല്പര്യവും വേണം, വില്ലിങ്നെസ്സും വേണം. Desire is alone not demand. It must be supported by purchasing power. നമ്മൾ 50 ചോദ്യങ്ങൾ പിന്നിട്ടു. നെക്സ്റ്റ്, which committee is mandatory for listed companies to oversee financial reporting? Remuneration committee, audit committee, CSR committee, stakeholder committee. Mandatory listed companies in the audit committee. Audit committee monitors the financial reporting process and the integrity of financial statements. Okay. Number 52, the constitution of a company is primarily contained in prospectus, articles of association, memorandum of association, partnership deed. ഏതാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. ഡിഫൈൻസ് ദ കമ്പനീസ് ഒബ്ജക്ട്സ്, പവേഴ്സ്, ഇതൊക്കെ. സോ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ് കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 53, NCLT stands for National Company Law Tribunal, National Corporate Law Trust, New Company Legal Terminal, National Council for Labor and Trade. സോ NCLT എന്ന് പറയുമ്പോൾ എന്താ? നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെയാണ് നമ്മൾ NCLT എന്ന് പറയുന്നത്. ക്വാസി ജുഡീഷ്യൽ ബോഡി ഇൻ ഇന്ത്യ ദാറ്റ് adjudicates issues relating to Indian companies. Number 54, an annual return of a company must be filed with the SEBI, RBI, ROC, Register of Companies, Income Tax Department. ആനുവൽ റിട്ടേൺ എവിടെയാ? രജിസ്റ്റർ ഓഫ് കമ്പനീസിൻ്റെ അടുത്താണ് അല്ലേ റിട്ടേൺ ഫയൽ എന്ന് പറയുമ്പോൾ. റിക്വയർഡ് ടു ഫയൽ ആൻ ആനുവൽ റിട്ടേൺ കണ്ടെയ്നിങ് ഡീറ്റെയിൽസ് അറ്റ് ദി എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. നിർബന്ധമായി ചെയ്യേണ്ടതാണ് ROC, രജിസ്റ്റർ ഓഫ് കമ്പനീസ്. നമ്പർ 55, who appoints the first director of a company? Shareholders in annual general meeting, promoters, സെൻട്രൽ ഗവൺമെന്റ്, SEBI. ഫസ്റ്റ് ഡയറക്ടർ ആരാണ്? പ്രൊമോട്ടർ ആണ്. മറക്കരുതിട്ട് വരാറുള്ളതാണ്. Usually promoters appoint the first director or they are named in the articles. First director appoint in the promoter ആണ്. So number 56, winding up by the tribunal is also called voluntary winding up, compulsory, internal reconstruction, amalgamation. എന്താണ് കമ്പൽസറി വൈൻഡിങ് അപ്പ്? ട്രൈബ്യൂണൽ ആണ് അതിൻ്റെ എഫേർട്ട് എടുക്കുന്നത്. ട്രൈബ്യൂണൽ എടുക്കുമ്പോഴാണ് അതിനെ നമ്മൾ എന്താ പറയുന്നത്? കമ്പൽസറി, നിർബന്ധമായും പൂട്ടണം. ട്രൈബ്യൂണലാണ് എടുക്കുന്നത്. നമ്പർ 57, ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ പ്രൈവറ്റ് കമ്പനി, കമ്പനീസ് ആക്ട് 2013 പ്രകാരം 50, 100, 200, അൺലിമിറ്റഡ്. ഈസി 200 അല്ലേ? മാക്സിമം എന്താണ്? 200 ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്പർ 58, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മോഡ് ഓഫ് വൈൻഡിങ് അപ്പ്? ബൈ ട്രൈബ്യൂണൽ, voluntary, by the board of directors alone, without legal procedures, by liquidators under specific procedures. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അലോൺ, അവരൊറ്റയ്ക്ക് വിത്തൗട്ട് ലീഗൽ പ്രൊസീജിയർ ഒന്നും ഇല്ലാണ്ട് വൈൻഡിങ് അപ്പ് പറ്റൂല്ല. സോ വൈൻഡിങ് അപ്പ് ഈസ് ലീഗൽ പ്രോസസ് ആണ്. ദാറ്റ് മസ്റ്റ് ഫോളോ ദ ആക്ട്. ഇപ്പോൾ വിത്തൗട്ട് ലീഗൽ എന്ന് പറയുന്നത് തെറ്റാണ്. ഇവർ മാത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്പർ 59, ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി ആർ കീ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ്, കോർപ്പറേറ്റ് ഗവേണൻസ്, കോസ്റ്റ് അക്കൗണ്ടിങ്, സ്റ്റാഫിംഗ്. കോർപ്പറേറ്റ് ഗവേണൻസിലാണ് അല്ലേ ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്.
So these ensure that stakeholders are kept informed about company's performance. ഇപ്പോൾ ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം, റിലേറ്റഡ് വിത്ത് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. നമ്പർ 60, the person appointed to conduct the winding up process is called auditor. Number 1, director, liquidator, secretary. അല്ലേ, ലിക്വിഡേറ്റർ ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക, ആ വ്യക്തിനാണ്. പുട്ടി താക്കോല് കൊടുക്കുന്ന പരിപാടിയാണ് എല്ലാ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്തിട്ട് വൈൻഡിങ് അപ്പിൽ. അപ്പോൾ ആരാണ്? ലിക്വിഡേറ്റർ. നമ്പർ 61, IPO stands for Internal Profit Optimization, Initial Public Offering, International Payment Order, Indian Public Office. ഈസിയല്ലേ IPO, Initial Public Offering, ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക, IPO. Number 62, which organization is the regulator of the capital market in India? RBI, IRDA, SEBI, AMFI. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെബി ആണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. Number 63, dematerialization refers to selling shares in the market, converting physical shares certificate into electronic form, issuing bonus shares, cancelling shares. Dematerialization എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാത്തിനും ഇലക്ട്രോണിക്കിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു അല്ലേ. ഇറ്റ് എലിമിനേറ്റ്സ് റിസ്ക് ഓഫ് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ടു എന്തിൽ ഡിജിറ്റൽ ആക്കാണ്. അതിനാണ് ഡിമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ. നമുക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ആദ്യം ഡിമാറ്റ് അക്കൗണ്ട് വേണം. റീമെറ്റീരിയലൈസേഷൻ അതിൻ്റെ ഓപ്പോസിറ്റ്, ഈ പറയുന്ന ഡിജിറ്റലിനെ ഫിസിക്കലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ഓപ്ഷൻ ബി ആണ്, കൺവേർട്ടിംഗ് ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ് ഇൻ ടു ഇലക്ട്രോണിക് ഫോം. നമ്പർ 64, the secondary market is where new securities are issued, existing securities are traded among investors, loans are sanctioned, only government bonds are sold. എന്താണ് സെക്കൻഡറി എന്ന് പറയുമ്പോൾ? എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ് അമംഗ് ഇൻവെസ്റ്റേഴ്സ് അല്ലേ. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് BSE അല്ലേ, ലൈക്ക് BSE NSE. ഓക്കെ. നമ്പർ 65, വിച്ച് ഓഫ് ദീസ് ഈസ് എ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്? ട്രഷറി ബിൽ, കൊമേഴ്ഷ്യൽ പേപ്പർ, ഇക്വിറ്റി ഷെയർസ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇതിൽ ഏതുള്ള? ഇക്വിറ്റി. ബാക്കിയൊക്കെ ഷോർട്ട് ടൈം ആണ് അല്ലേ. ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ആർ ലോങ് ടൈം ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, വൈൽ അതേഴ്സ് ആർ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. ടി ബിൽ ആണെങ്കിലും കൊമേഴ്ഷ്യലൊക്കെ ആണെങ്കിലും, കൊമേഴ്ഷ്യൽ പേപ്പർ. Number 66, book building is a process used in determining the price of an IPO, writing account books, cost reduction, auditing. എന്താ ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൈസ് കണ്ടുപിടിക്കലാണ്, ആക്ച്വൽ പ്രൈസ്. അതിനാണ് ബുക്ക് ബിൽഡ്, ഡിറ്റർമൈനിങ് ദി പ്രൈസ് ഓഫ് an IPO. So it's a price discovery mechanism where the company invites bids from investors. നമുക്ക് കറക്റ്റ് പ്രൈസ് നമ്മുടെ ഷെയറിൻ്റെ വയ്ക്കാൻ എത്രയാണെന്നുള്ളത് അറിയാണ്ടാവുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ബുക്ക് ബിൽഡിങ്ങിലോട്ട് പോകുന്നത്. 67, BSE is located at Dalal Street, Mumbai, Wall Street, New York, Kolkata, MG Road, Bangalore. Easy question. എന്താണ്? Dalal Street, Mumbai അല്ലേ. Number 68, a right issue is offered to general public, existing shareholders, then employees only, institutional investors. നീ സംശയം പറയാം, ഈ പറയുന്ന റൈറ്റ് ഇഷ്യൂ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അഗെയിൻസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കുന്നതാണ് റൈറ്റ്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ബോണസ് ഷെയർസ്. Number 69, listing of securities means printing a list of shareholders, admission of securities to trading on a stock exchange, filing returns with ROC, registering a company. ലിസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ? അഡ്മിഷൻ ഓഫ് സെക്യൂരിറ്റീസ് അല്ലേ. ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. Provides liquidity and marketability to the shares. So that's about question number 69. Number 70, FPO stands for Financial Product Offer, follow on public offer, fixed price offer, first public offer. Follow on public offer neയാണ് നമ്മൾ FPO എന്ന് പറയുന്നത് അല്ലേ. ഓപ്ഷൻ ബി ആണ്. So an FPO is an issuance of shares by a company that is already listed on an exchange. Already listed ആയിട്ടുള്ളതാണ്. അതിൽ അവർക്കാണ് പിന്നെ എന്ത് വരുന്നത്? FPO വരുന്നത്. നമ്പർ 71, ഇൻകം ടാക്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആസ് പെർ ദ ഇൻകം ടാക്സ് ആക്ട്, എ ഫിനാൻഷ്യൽ ഇയർ ഈസ് കോൾഡ് അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ, കലണ്ടർ ഇയർ, അക്കൗണ്ടിങ് ഇയർ. ഈസി. എന്താണ് പ്രീവിയസ് ഇയർ? ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ്. ഏൺ ചെയ്തിട്ടുള്ള ഇൻകത്തുമ്പോൾ പിന്നെ നമ്മൾ അസസ്മെന്റ് ഇയറിൽ ടാക്സ് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ പ്രീവിയസ് ഇയർ ആണ് ആൻസർ. നമ്പർ 72, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹെഡ് ഓഫ് ഇൻകം? സാലറി, HP, ക്യാപിറ്റൽ ഗെയിൻ, എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ്. നീ സംശയം പറയാം, എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്. നമ്പർ ഡി, ഓപ്ഷൻ ഡി.
The term assessee means a person who pays tax or any other sum under the act. An employee, tax collector, government officer. നിസ്സംശയം പറയാം, a person who pays tax or any other sum under this act. ആ വ്യക്തിയാണ് നമ്മൾ എന്താ പറയുക, assessee. Number 74, deduction under section 80C is available for medical insurance, life insurance premium, donation to charities, education loan interest. ഈസിയാണ്. 80C എന്ന് പറയുമ്പോൾ പറയാം, LIC, PPF. Number 75, assessment year is the year in which income is earned immediately following the previous year of 15 months duration ending on 31st December. Assessment year എന്ന് പറയുമ്പോൾ എന്താ, immediately following previous year ഫോളോ ചെയ്യുന്ന ഇയറിനെയാണ് നമ്മൾ എന്താ പറയുക, assessment year. Number 76, income from lottery is taxable under which head? Business or profession, capital gain, other sources, ഇതൊക്കെ എളുപ്പമല്ലേ, salary. Cash flow income എന്ന് പറയുമ്പോൾ other sources അല്ലേ. Number 77, tax planning is illegal way to reduce tax liability using exemptions and deduction, hiding income, delaying tax payment. The tax planning legal way to reduce tax liability using expectation and deduction, അതിനെയാണ് നമ്മൾ എന്താ പറയുക, tax planning. Number 78, standard deduction is currently available for which head of income? Capital gain, salaries, business income, other sources. Easy അല്ലേ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ സാലറി ആണ്. Then number 79, total income is calculated after deducting dash from gross total income. Expenses, exemption, deduction under chapter 6A, ETC to ATU, then taxes paid. Easy. Total income എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഡിഡക്ഷൻസ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ വരാം. നമ്പർ 80, പാൻ സ്റ്റാൻഡ്സ് ഫോർ എല്ലാവർക്കും പറയാം പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ. ഓപ്ഷൻ എ ആണ് ആൻസർ. നമ്പർ 81, റിലേറ്റഡ് വിത്ത് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ്. PLC ഇൻ മാർക്കറ്റിംഗ് സ്റ്റാൻഡ്സ് ഫോർ പ്രൊഡക്റ്റ് ലെവൽ കൺട്രോൾ, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, പബ്ലിക് ലിമിറ്റഡ് കമ്പനി, പേഴ്സണൽ ലൈഫ് സെൻറ്റർ. ഈസി, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ആണ് ആൻസർ, PLC. Number 82, the 4 P's of marketing schedule: product, price, place and promotion. Okay, ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. Number 83, market segmentation is the process of dividing a market into distinct groups of buyers, selling in all markets, closing down segments, manufacturing different products. Market segmentation എന്ന് പറഞ്ഞാൽ എന്താ, categorizing the market according to the taste and preference of the customers. So option A അല്ലേ, dividing a market into distinct group of buyers. Number 84, which stage of PLC usually sees the highest competition? Introduction, growth, highest competition വരുന്നത്, maturity, decline. എന്താണ്, മെച്യൂരിറ്റിയിലാണ്. ദ മാർക്കറ്റ് ഈസ് സാച്ചുറേറ്റ് ആയി, കോമ്പറ്റീഷൻ ഈസ് ഇൻറ്റൻസ് ഈ ഒരു ടൈമിൽ. അപ്പം ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷനിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർ അറിഞ്ഞു വരുന്നുള്ളൂ. ഗ്രോത്തിൽ കോമ്പറ്റീഷൻ ഉണ്ട്, ബട്ട് ഈ പറയുന്ന മെച്യൂരിറ്റിയിലാകുമ്പോൾ സാച്ചുറേറ്റ് ആയി, അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഹൈ കോമ്പറ്റീഷനാണ്. Number 85, full strategy in promotion focus on convincing retailers to stock the product, directing marketing efforts towards end consumers to create demand, reducing the price, door to door selling. Full strategy എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഇൻ്റർമീഡിയറീസിനെ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടിയാണ്. സോ ഡിറക്ട് മാർക്കറ്റിംഗ് എഫേർട്സ് ടുവേർഡ്സ് end consumers to create demand അല്ലേ. Option B, consumers pull the product through distribution channel by demanding it. Moving to question number 86, a product mix refers to the combination of ingredients in a product, the total set of all products offered by a company, a mix of advertising and sales, different price points. Product mix എന്ന് പറയുമ്പോൾ എന്താ, ടോട്ടൽ ഓഫ് ഓൾ പ്രൊഡക്ട്സ് ഓഫേർഡ് ബൈ കമ്പനി ഓഫർ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും കൂടിയിട്ട് പറയുന്നതാണ് പ്രൊഡക്റ്റ് മിക്സ്. ഓപ്ഷൻ ബി ആണ്, various product line and items. Number 87, CRM stands for customer retail management, relationship, corporate resource management, consumer right management. Customer relationship management ആണ് CRM എന്ന് പറയാം. Number 88, personal selling involves advertising on TV, face-to-face interaction with customers, sending emails, then billboards. Face-to-face, option B അല്ല വരാ,
നിസ്സംശയം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. നമ്പർ 88. Moving to question number 89. Which factor influences consumer buying behavior? Cultural factors, social factors, psychological factors, all of the above. Consumer buying ഇതൊക്കെ ബാധിക്കില്ല. കൾച്ചറൽ ബാധിക്കും, ഇത് ബാധിക്കും. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാം. നമ്പർ 90. Public relation is used to increase prices, build a positive image of the company, directly sell a specific unit, hire new employees. PR എന്തിനു വേണ്ടിയിട്ടാ? ബിൽഡ് എ പോസിറ്റീവ് ഇമേജ് ഓഫ് ദ കമ്പനി അല്ലേ? മാനേജസ് ദ സ്പ്രെഡ് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് ദ പബ്ലിക്. ഇത് നല്ല പേര്. ലാസ്റ്റ് സെക്ഷനിലോട്ട് അടക്കം ഓഡിറ്റിംഗ് ആണ്. വൗച്ചിങ് ഈസ് റിലേറ്റഡ് ടു ദ എക്സാമിനേഷൻ ഓഫ് അസറ്റ്സ്, ലയബിലിറ്റീസ്, ഡോക്യുമെന്ററി എവിഡൻസ് ഓഫ് ട്രാൻസാക്ഷൻ, ഓൺലി ക്യാഷ് ബുക്ക്. എന്താ വൗച്ചിങ് എന്ന് പറഞ്ഞാൽ? ഡോക്യുമെന്ററി എവിഡൻസ് ഓഫ് ട്രാൻസാക്ഷനെയാണ് നമ്മൾ വൗച്ചിങ് എന്ന് പറയാം. Ensures that transaction recorded in books are supported by valid evidence. So option C ആണ് ആൻസർ. നമ്പർ 92. Internal check is a part of external audit, internal control, final audit, government audit. എന്താ? ഓപ്ഷൻ ബി ആണ് വരാം അല്ലേ? ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത് ഇന്റേണൽ കൺട്രോളിന്റെ പാർട്ടാണ്. ഇന്റേണൽ കൺട്രോളിന്റെ ഉള്ളിൽ വരുന്നതാണ് ഇന്റേണൽ ചെക്ക്. Number 93. Audit working papers are the property of client, auditor, government, shareholder. ആരുടെയാണ്? ഓഡിറ്ററെയാണ്, നിസ്സംശയം പറയാം. They are records kept by the auditor of procedures followed and conclusions reached. Number 94. A continuous audit is suitable for small businesses, large concerns with numerous transactions, sole traders, charitable trust. എന്താ? കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വേണ്ടത് ഓഡിറ്റ് ചെയ്യണമെങ്കിൽ ലാർജ് കൺസേൺസിനാണ്. ന്യൂമറസ് ട്രാൻസാക്ഷൻസ് ഉണ്ടാകുമ്പോൾ കണ്ടിന്യൂസ് ഓഡിറ്റ് വേണം. ഇറ്റ് ഇൻവോൾവ്സ് എ കോൺസ്റ്റന്റ് ഓർ ഫ്രീക്വന്റ് റിവ്യൂ ഓഫ് അക്കൗണ്ട്സ് ത്രൂ ഔട്ട് ദ ഇയർ. നമ്പർ 95. വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ഇൻവോൾവ്സ് ചെക്കിംഗ് existence, ownership and valuation, only the price paid, then only the physical location, the color of asset. വെരിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ എന്താ? എക്സിസ്റ്റൻസ് അവിടെ ഉണ്ടോ ആ സെറ്റ് എന്നുള്ളത് നമ്മൾ നേരിട്ട് പോയി ചെക്ക് ചെയ്യണം. എക്സിസ്റ്റൻസ്, ഓണർഷിപ്പ് ആൻഡ് വാല്യുവേഷൻ. വെരിഫിക്കേഷൻ ensures the assets actually exist, belongs to the company and is valued correctly. ഓപ്ഷൻ എ ആണ് ആൻസർ. Number 96. Audit program is a software, a detailed plan of auditing work to be performed, the final report, a list of shareholders. Easy അല്ലേ? എന്താണ്? ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ഓഡിറ്റിംഗ് വർക്ക് ടു ബി പെർഫോംഡ്, അതിനെയാണ് നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയാം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് വരെ. പ്രൊവൈഡ്സ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഫോർ ഓഡിറ്റ് ടീം ടു ഫോളോ. നമ്പർ 96. ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഡാഷ് ഇൻ നേച്ചർ, കമ്പൽസറി, അനലിറ്റിക്കൽ ആൻഡ് ഫാക്ട് ഫൈൻഡിങ്, എ റൂട്ടീൻ ചെക്ക് ഡൺ എവറി ഇയർ. ഇൻവെസ്റ്റിഗേഷൻ എന്താ? അനലിറ്റിക്കൽ ആൻഡ് ഫാക്ട് ഫൈൻഡിങ് ആണ്. അതിനാണല്ലോ നമ്മൾ പറയാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. is carried out for a specific purpose for the business of purchase, unlike routine auditing. So option B ആണ് ആൻസർ വരാം. Second last question. The main object of an audit to find errors and frauds, to give an opinion on the true and fair view of financial statements, to prepare the accounts, to advise on marketing. Main object of audit എന്ന് പറയുമ്പോൾ എന്താ? To give ഒരു ഒപ്പീനിയൻ കൊടുക്കുക, true and fair view of financial statements അല്ലേ? ഓപ്ഷൻ ബി ആണ് വരെ. സെക്കൻഡ് ലാസ്റ്റ് ഇതാണ് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റ് ഈസ് കണ്ടക്ടഡ് ബൈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ, എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓർ അപ്പോയിന്റഡ് പ്രൊഫഷണൽസ്, CAG, ഇൻകം ടാക്സ് ഓഫീസർ. ആരാണ് ഇന്റേണൽ എന്ന് പറയുമ്പോൾ? എംപ്ലോയീസ് ഓഫ് ഓർഗനൈസേഷൻ അപ്പോയിന്റഡ് ബൈ പ്രൊഫഷണൽസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓഡിറ്റ് നോട്ട്ബുക്ക് is used to record personal expenses of the auditor, important points and queries to be discussed during audit, daily sales, staff attendance. ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള അല്ല നോട്ട്സ്, ക്വറീസ്, ഇതൊക്കെ നമ്മൾ എഴുതി വയ്ക്കുന്നതിനെയാണ് നമ്മൾ ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയാം. ഓപ്ഷൻ ബി ആണ് വരാം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആൻഡ് ക്വറീസ് ടു ബി ഡിസ്കസ്ഡ് ഡ്യൂറിങ് ദ ഓഡിറ്റ്. It is a permanent record of difficulties and significant matters encountered during the audit. അല്ലേ? അപ്പം അതിലൂടെ നമുക്കിനി പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ മോക്ക് ടെസ്റ്റ്. ബേസിക് ലെവൽ ഒരു ടൈപ്പ് മോക്ക് ടെസ്റ്റാണ് ഞാൻ ഇട്ടിട്ടുള്ള 100 ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്രത്തോളം മോക്ക് ടെസ്റ്റ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം കോൺഫിഡൻസ് കൂടും. സോ നമ്മുടെ ആപ്പിൽ ഞാൻ പറഞ്ഞു 10 മുതൽ 15 വരെ മോക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും.
ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക, ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യുക, MCQs പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ ഇനിയുള്ള എല്ലാ ദിവസങ്ങളും പഠനത്തിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.